ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പം മൈൻക്രാഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ എപ്പിസോഡ് തന്നെ തുടങ്ങിയിരിക്കുന്നത്, പുതിയ സീസണായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ എപ്പിസോഡാണ്. അപ്പോൾ അതാണ് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ കളിക്കുന്നത്, എൻ്റെ സഹായിയാണ്. നമ്മൾ അപ്പം സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് ഫുള്ള് മൈൻഡ് ചെയ്ത് തകർക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഐലൻഡിലാണ് സ്പോണായിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ ഒരു ഐലൻഡിലൊക്കെ പോയി ഫസ്റ്റ് ഒരു ബെഡ് ഒപ്പിക്കണം. രാത്രിയാകാൻ പോകുന്ന ക്രീപ്പറൊക്കെ വരും, സോംബി, സ്പൈഡർ എല്ലാവരും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ബെഡ് ഉണ്ടാക്കാൻ വൂളിനാണ്. ഈ ഷീപ്പിനെ തട്ടണം. ഇത് ഭയങ്കര പാടാണ് ചാവാൻ, കുറേ അടി കൊടുത്ത്. ഒരു ഷീപ്പ് ഒരു വൂളേ തന്നോളൂ. ഇനി എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന ഗൈസ്. തേനീച്ച കൂട്ടിൽ പോയി തട്ടി, തേനീച്ച പോയിസൺ അടിച്ച് പണിയായി. അടുത്തൊരു ഷീപ്പുണ്ട്. അടുത്ത 2 ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തവർ രണ്ടുപേരും തട്ടണം. നിൽക്കടാ അവിടെ. ഗൈസ്, ചാവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവനെ കൊന്നെടുത്ത് ഇവൻ്റെ കൂടെ എടുത്ത് നമുക്ക് ഓക്ക് കണ്ടുപിടിച്ച് അതിനെ മൈൻ ചെയ്ത് ഓക്കും വൂളും കൂടെ വെച്ചാണ് ബെഡ് ചെയ്യാനുള്ളത്. അപ്പോഴത്തേക്കും നമ്മളെ കൂട്ടുകാരനൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ചെയ്തുകൊണ്ട് വന്നു. ഇനി ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം. വൈറ്റ് ബെഡിന് വൈറ്റ് വൂളാണ് നമ്മളിലുള്ളത്. അപ്പോൾ വൈറ്റ് ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം. പ്ലാങ്ക് ഇല്ല, ഇനി പ്ലാങ്കിനുള്ളത്. അപ്പോൾ ഗൈസ്, അടുത്ത് പ്ലാങ്ക് കണ്ടുപിടിക്കാൻ പോകണം. നമ്മൾ വുഡൻ സോഡൊക്കെ സെറ്റാക്കി പ്ലാങ്കൊക്കെ കണ്ടുപിടിച്ച് വരാം. ദൈവനെയും കൂടെ കൊല്ലണം. ഒരു ബെഡ് നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു ബെഡ് നിർമ്മിച്ചില്ല. രണ്ടാമത്തെ ബെഡിനാണ് ഇപ്പോൾ ഒരു ഷീപ്പിനെയും കൂടെ കൊന്നത്. ബെഡ് കാണാനില്ല. ഓക്കെ, പ്ലാങ്ക് ചെയ്ത് ഇവിടെ ആരെയും കാണുന്നില്ല. നിൽക്കുന്നു മരങ്ങൾ. ഇനി അവിടെ പോയി മരം മൈൻ ചെയ്തൊക്കെ എടുക്കണം. കുട്ടി ലാമ്പ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ലൈഫൊന്നുമില്ല. ഫുഡ് അടിച്ചിട്ടൊക്കെ പോവാം. ഇനി അവിടെ വേറെ സോംബീസൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. സ്പൈഡറൊക്കെ ചുമ്മാ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ വലിയ മരമൊക്കെ കാണുന്നുണ്ട്. നമ്മളങ്ങോട്ട് പോയിട്ടൊക്കെ കണ്ടോ ഗൈസ്, എന്ത് ഭംഗിയാണ് കുതിരയ്ക്കൊക്കെ. ഈ പഴമൊക്കെ എടുത്തു വച്ചേക്കാം, നല്ലതാണ് ഗൈസ്. നമ്മൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് നമ്മൾ ലൈഫൊക്കെ കുറയണമെങ്കിൽ ഫുഡ് അടിച്ച് സെറ്റാക്കാൻ ആവശ്യം വരും ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ അക്കൗണ്ടിലാണ് വീഡിയോ ഇടുന്നത്. നാളെ ഹോട്ട്സ്റ്റാർ ഗെയിമിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടിലായിരിക്കും വീഡിയോ ഇടാൻ പോണത്. അപ്പം അത് ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും കയറി ഫോളോ ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഗൈസ്. നമ്മൾ റോഡ് ടു 1K ആണ്. എങ്ങനെയെങ്കിലും ഒരു 1K അടിക്കണം. 1K അടിക്കുമ്പോൾ വമ്പിച്ച ഗിവ് അവേ ഒക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളെന്ത് പറയുന്നു അത് ഗിവ് അവേ കൊടുക്കും.
ഗൈസ് നമ്മളെ മൈനിങ് ഒക്കെ തുടരുന്നു. ഇവരെ തട്ടാം, കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇവരെ തട്ടും ഗൈസ്. ഈ ട്രേഡറിനെ അവരെ ലാമ്പിനെ. ഗൈസ് ഇനി നമുക്കൊരു ബെഡും കൂടെ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പ്ലാങ്ക് സെറ്റ് ചെയ്യണം. ഗൈസ് നിങ്ങൾ പഠിക്കണമെന്നുള്ളവർ നോക്കിച്ചോ. നമ്മൾ പ്ലാങ്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ 2 ബെഡൊക്കെ നിർമ്മിച്ച് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഒരു ബെഡ് വെച്ചിട്ടുണ്ട്, ഇനി അടുത്ത് 2ാമത്തെ ബെഡ് വയ്ക്കണം. അതിന് വീണ്ടും മൈനിങ് ചെയ്യേണ്ടി വരും. ഗൈസ് നമുക്ക് അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഇന്ന് മൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം തന്നെ സർവൈവർ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ബെഡ് സെറ്റ് ചെയ്യണം. ബെഡിന് ഷീപ്പിനെ തട്ടിയ ഷീപ്പ് വൂള് തരും. അങ്ങനെ ഷീപ്പിനെ തട്ടി വൂളെടുത്ത് നമ്മൾ പിന്നെ ഓക്ക് ലോഗ് കണ്ടുപിടിച്ച് ഓക്ക് വെട്ടി അതിനെ പ്ലാങ്കാക്കി പ്ലാങ്കും വൂളും വെച്ച് ബെഡ് ഉണ്ടാക്കണം ഗൈസ്. അപ്പോഴേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ ബെഡ് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ രാത്രി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബെഡ് സഹായിക്കും. കാരണം രാത്രിക്ക് റീപ്പർ ഇതൊക്കെ വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മൾ ചത്ത് നമ്മളെ ലൂട്ടൊക്കെ പോണതിനേക്കാളും ഇങ്ങനൊരു ബെഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ റീസ്പോൺ ആവും. അപ്പോൾ മാക്സിമം നിങ്ങളൊരു ബെഡ് ആദ്യം വയ്ക്കാൻ ശ്രമിക്കുക. എനിക്കിഷ്ടം പോലെ പണി കിട്ടി ബെഡ് വയ്ക്കാൻ പറ്റാതായതുകൊണ്ട്. ഞാൻ കുറേ പ്രാവശ്യം അതിനെ കട്ട് ചെയ്തതാണ് ഈ വീഡിയോയിൽ. ഇന്ന് 2 മണിക്കൂറിൻ്റെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 13 മിനിറ്റ് മാത്രമേ വീഡിയോ ഉള്ളൂ. ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യണ ഇതൊക്കെ ഈ ഒരു മൈനിങ്ങിന് ആവശ്യം വരും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊരു ക്യാവ് കണ്ടുപിടിച്ച് ക്യാവിനകത്ത് മൈനിങ്ങിന് വന്നതാണ്. ഇതുപോലെ വുഡൻ പിക്കാക്സൊക്കെ ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഒരു സർവൈവറിൽ പ്രോ പ്ലെയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കളിക്കുമ്പോൾ നോക്കി കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവൈവറിൽ ഒരു പ്രോ ആവാം, പിന്നെ മൈൻക്രാഫ്റ്റിൽ ഒരു പ്രോ ആവാം. അതുകൊണ്ട് നിങ്ങളെല്ലാം നോക്കി സെറ്റായി കളിക്കണം. നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തരണം ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 1K നിങ്ങൾ അടിച്ചു തന്നു കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ആവുമ്പോൾ ഫ്രീ ആയിട്ട് എടുത്തു തരും ഗൈസ്. അത് ഞാൻ തരുന്ന വാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ ഒരു അഡ്വൈസും കൂടെ തരാം. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഗോൾഡ് അയൺ അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ നേരെ സ്ട്രെയിറ്റ് താഴോട്ട് ഒരുപാട് കുഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുഴിച്ച് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ 2 ബ്ലോക്ക് വെച്ച് കുഴിക്കുക. ഒറ്റ ബ്ലോക്കിൽ താഴോട്ട് കുഴിക്കാൻ പാടില്ല. 2 ബ്ലോക്ക് വെച്ച് കുഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബെഡ് റോക്കിൻ്റെ അടിയിലൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ കളിയെ ഫുൾ അലിമ്പാവും. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് മുകളിൽ കയറാം. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഞാനിപ്പോൾ ഇത് മുകളിൽ കയറാനുള്ള ശ്രമമാണ്. ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മൈൻ ചെയ്ത് ഓരോ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി മണ്ടയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പോൾ മാക്സിമം ഫുഡ് അടിക്കാനും ചാവാതെ ഈ ഹെൽത്ത് കുറയാതെ നോക്കണം ഗൈസ്. ഇപ്പുറത്ത് ഒരു ഇത് കണ്ടോ, ചിക്കൻ്റെ കാല് പോലെ മീറ്റ് പോലെ, അതൊക്കെ സൂക്ഷിക്കണം ഗൈസ്. ഇതുപോലെ ഈ സ്പൈഡറൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരും. അതിനെയൊക്കെ ഇങ്ങനെ അടിക്കണം.
നോക്കൊരു വേറെ കുട്ടി സാധനം കണ്ടോ, അവൻ ആ സാധനം തല്ലിക്കൊന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട് അടിക്കണുണ്ട് അതിനെ. നമ്മുടെ മച്ചാൻ അടിക്കണുണ്ട്. അപ്പം ഇങ്ങനെ സ്ട്രിങ്ങൊക്കെ കിട്ടും, ചിക്കൻ കിട്ടും. ചിക്കൻ വേവിച്ച് കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം. ഈ ബോണ് ആരോ അതൊക്കെ എടുത്ത് വെച്ചിരിക്കണം ഗൈസ്. ബോണിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പെറ്റ് വേണമെങ്കിൽ വൂൾഫൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മളതിനെ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യും. പകരം ഈ ബോൺ കൊടുത്ത് ടൈം ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഓപ്ഷൻ വെച്ച് ഈ ബോൺ കയ്യിലെടുത്ത് വെച്ച് ടൈം ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈമാവും. നമുക്ക് പുതിയൊരു പെറ്റ് കിട്ടും നമ്മളെ കൂടെ. പിന്നെ അത് വലിയൊരു സഹായമായിട്ട് നിന്നോളും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സർവൈവർ കളിക്കുമ്പം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി, ചോദിച്ചാൽ മതി. എല്ലാത്തിനും ഉത്തരം തരാം ഗൈസ്. നിങ്ങൾ ഈ സീരീസ് ഫുള്ള് നിർത്താതെ കാണണം. നമ്മൾ ഒരു 100 എപ്പിസോഡെങ്കിലും ഇതിലിറക്കണമെന്നാണ് ആഗ്രഹം. തീർച്ചയായും ശ്രമിക്കും. ഇന്ന് നമ്മൾ ഇത്രയും മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മൈൻഡ് ചെയ്തും ഓരോന്നിനെ തട്ടിയൊക്കെ കിട്ടിയതാണ്. ഈ ഫുഡൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് ഗൈസ്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം, നമുക്കിപ്പം ഡാമേജ് കിട്ടുകയാണെങ്കിൽ നമ്മളിവിടെ റീസ്പോൺ ആകുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഡാമേജ് കിട്ടുമ്പോൾ നമുക്കിവിടെ വന്ന് എടുത്ത് കഴിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇത് ആളടുത്തുണ്ട്. യൂട്യൂബ് ചാനൽ ടാഗ് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് മാക്സിമം എത്ര സബ്സ്ക്രൈബേഴ്സിന് കിട്ടോ അത്രയും സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ നമുക്ക് തരണം. Hotstar Gaming 7 is waving. ഞാൻ കുറേ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 1K ആയി കഴിഞ്ഞാൽ Hotstar Gaming 7 is pointing over there. Hotstar Gaming 7 is pointing over there. Hotstar Gaming 7 is clapping. ടാറ്റ.